ഫസ്റ്റും ലാസ്റ്റ് ഷോട്ടും ടെൻഷനിൽ ചെയ്ത് അതിന്റെ ഇടയിൽ കുറച്ച് അത് ഫുൾ ടെൻഷൻ. എല്ലായിടത്തും തന്നെയാണ്. എവിടെ പോയാലും ഡയലോഗ് പാട്ട്, ഡയലോഗ് പാട്ട്. പാട്ട് പഠിക്കുന്നുണ്ട് ഇപ്പൊ. ഒഴിവുകാല സമയം സിംഗ് സൗണ്ട് അല്ലേ, ഞാൻ പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സിംഗ് സൗണ്ട് എങ്ങനെയാ വർക്ക് ആവുന്നത് വലിയൊരു ജില്ല. ഇത് ഇടക്കിടക്ക് ഓഫ് ചെയ്യുന്നില്ല ഞാൻ വിചാരിക്കും. അപ്പുറത്തേക്ക് അമലുണ്ട് പറയാനെനിക്ക് നാണ് ചമ്മലാവുന്നത് പറയാൻ. അത് കിട്ടുണ്ണിയേട്ടന്റെ അവസ്ഥയായി പോയി എന്റേത്. പെട്ടെന്ന് വിളിച്ചിങ്ങനെ പറയുമ്പോ ആ ചേട്ടൻ തന്നെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അടുത്തതില് മുടി ഫുള്ള് മുട്ടയാണ്. എന്താ ഇവളെ മുടി മുറിക്കാത്ത? ഞാനിങ്ങനെ പേടിച്ച് വിട്ടേക്ക് ഇങ്ങനെ പറയും. അത് ഒരാളോട് പറയുമ്പോഴത്തേക്ക് അയാൾക്കത് കണക്റ്റ് ആയി. ഞാൻ മാത്രം ഈ മന്ദബുദ്ധീനെ പോലെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മേലോട്ട് നോക്കി കരഞ്ഞുകൊണ്ട് മുട്ടയിലടിച്ച് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ. അതിപ്പോ രതീഷ് ചേട്ടന് ഇങ്ങനെ മനസ്സിൽ തെറി പറഞ്ഞു. ഇന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങി, അമ്മ ഈ മുടി മുറിച്ചാല് 1 മാസം കൊണ്ട് ഇത്ര പോലെ വരുമോ, ഇത്ര പോലെ വരും. മമ്മൂക്കയുടെ വേണമെങ്കിൽ കഥ പറയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മമ്മൂക്കനെ വെച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതൊരു ഹായ് ഹലോ വ്യൂവേഴ്സ്, ദിസ് ഇസ് ഫിൽമി ബീറ്റ് പ്രസൻസ് അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. മെയ് 16 റിലീസാവുന്ന സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയതയുടെ വിശേഷങ്ങളുമായിട്ട് രാജേഷ് മാധവനും ചിത്രയുണ്ട്. സോ രണ്ടുപേർക്കും നമസ്കാരം, വെൽക്കം. ഈ സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു ചോദ്യചിഹ്നമാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ എപ്പോൾ സക്സസ് ആവും അല്ലെങ്കിൽ എപ്പോൾ നമ്മുടെ കാലം വരും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ രാജേഷിൻ്റെ ശരിക്കും എന്നാ തീരുമാനിക്കണേ സിനിമയാണ് എൻ്റെ പരിപാടി, ഞാൻ സിനിമയിലൂടെയാണ് ആൾക്കാരെ അഡ്രസ്സ് ചെയ്യാൻ പോകണമെന്ന് തീരുമാനിക്കണ ദിവസം ഓർമ്മയുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ചെറുപ്പം മുതലേ സിനിമ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് കാസർഗോഡൊക്കെ നിന്നിട്ട് സിനിമക്കാരനാവും എന്നൊക്കെ ആഗ്രഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നാട്ടിൽ ആരുമില്ല, ഇതിലേക്ക് പരിചയം എങ്ങനെയാണ്, ആകെ ടി വിയിൽ പിന്നെ കാണുന്നത് മാത്രമാണ് ഉള്ളത്. ആ സമയത്ത് ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെ PG കഴിഞ്ഞ് PG സിനിമ ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വന്നിട്ട് വിഷ്വൽ മീഡിയ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും അത് പറയാൻ ഭയങ്കര ധൈര്യക്കേടുണ്ടായിരുന്നു, സിനിമ എന്ന് ആഗ്രഹിക്കുന്നത് പറയാൻ. പിന്നെയും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 ചാനലുകളിലൊക്കെ ജോലി ചെയ്തു. ചാനലുകളിലും ജോലി ചെയ്ത് ഇവിടെ ഒന്നും ഫിറ്റിനാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഇനി സിനിമാക്കാരൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ചു. ഒരു 23-24 വയസ്സിലാണ് ഞാൻ വേറെ ഇനിയൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ ഈ ചുറ്റിനും ഉള്ളൊരു നമ്മുടെ സർക്കിൾ ഉണ്ടാവല്ലോ, അപ്പൊ അവര് പറയുന്ന സംഭവം ചാനൽ കുറച്ചുകൂടി ഒരു ഈ പറയുന്ന സൈഡിൽ കുറച്ചുകൂടെ സേഫ് സോൺ ആണല്ലോ. നമ്മൾ എക്സ്പീരിയൻസ് കഴിയും തോറും ചാനൽ സാധ്യതകൾ കൂടുമല്ലോ, പ്രൊഡ്യൂസർ ആയിട്ടാണെങ്കിലും ഈ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ അവരോട് പറഞ്ഞില്ല റിസ്ക് എടുക്കാൻ പോണ ഒരു പോയിന്റിനെ കുറിച്ചിട്ട് ഡിസ്കഷൻ വന്നിട്ടില്ല? നമ്മള് പിന്നെ ഇപ്പൊ ഒരു ജോലി ഉണ്ടായിട്ട് അത് വിടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനെ കുറിച്ച് പറയും. എന്തായാലും ഇപ്പൊ ഉള്ളത് നോക്കിയാൽ പോരെ, നല്ല സ്ഥലത്തല്ലേ നിൽക്കുന്നത്, കണ്ടിന്യൂ ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിവാണ്. അതിന് ഫിറ്റിനാവൂല എന്തായാലും. ഇപ്പോൾ ജോലി ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്ത് മറ്റേ ജോലി നന്നാക്കി പ്രൊമോഷനൊക്കെ കിട്ടി അങ്ങനെ പോകണമായിരുന്നു. പക്ഷെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലായിരുന്നു. അത് ഒന്ന് മനസ്സിലായി ആ സമയത്ത്, ഇതിൽ അത്ര അധികം സമാധാനത്തോടെ ജീവിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പം പിന്നെ സമാധാനം കേടായി കഴിഞ്ഞാലും കുറച്ചു കാലം കഷ്ടപ്പാടായി കഴിഞ്ഞാലും എന്തായാലും ഇറങ്ങി തന്നെ എന്ന് തീരുമാനിച്ച് അങ്ങ് ഇറങ്ങി തന്നെ. എന്റെ ലൈഫ് എന്ന് പറയാൻ മാത്രമൊന്നും ആയിട്ടില്ലല്ലോ, തുടങ്ങിയതല്ലേ ഉള്ളൂ. പിന്നെ എന്താ പറയണ്ടേ, സന്തോഷമുണ്ട്. പെട്ടെന്ന് കുറച്ച് കഷ്ടപ്പെട്ടതിന് കിട്ടിയാന്ന് പറയുമ്പോൾ കുറച്ച് ഉത്തരവാദിത്വം കൂടിയ പോലെ. ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല സിനിമ എന്നുള്ളത്, ജസ്റ്റ് തുടങ്ങിയതേലല്ലോ. അതുകൊണ്ട് അങ്ങനെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ മാത്രം ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ചുറ്റുപാടൊക്കെ ആയിട്ട് കുറച്ചുകൂടെ യൂസ്ഡ് ആണല്ലോ, ക്രൂ ആയിട്ട് വർക്ക് ചെയ്ത് റോളുകളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ഈ ആക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. നമ്മൾ പല ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടല്ലോ ഈ മായാനദിയിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടറിന്റെ ലൈഫും ആക്ടറിന്റെ ഗ്രാഫും നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഈ തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആളാ. ഈ ആ ഷൂസിന് ഫിറ്റിനാകുമ്പോ എങ്ങനെയാ ശരിക്കും?
നമ്മളങ്ങനെ ഇത് സിനിമയിലേക്ക് എത്തുക എന്ന് മാത്രമാണ് ആദ്യം എന്താ എഴുതിയിട്ടൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം വന്നു, നടനായിട്ടുള്ള അവസരം വന്നു, അങ്ങനെ നടനായിട്ട് മാറി കുറച്ച് കാലത്തേക്ക്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ പിന്നണി പ്രവർത്തനം മാറ്റി നിർത്തിയിട്ടില്ല. നടൻ എന്നുള്ളത് ഒരു സെക്കൻഡറി ഓപ്ഷനായിട്ട് ആദ്യം കണ്ടിരുന്നത്. ജീവിക്കാൻ കുറച്ച് അങ്ങനെയൊക്കെയാണ് നടനായിട്ടുള്ള ജീവിതം കണ്ടിരുന്നത് ആദ്യം. പിന്നെ എന്താ 1-2 സിനിമയൊക്കെ കുഴപ്പമില്ലാതെ വന്നു, ആൾക്കാർ അധികം ചീത്തയൊന്നും വിളിക്കുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ തോന്നിയത്. അപ്പോഴും എനിക്ക് തോന്നുന്നത് ഞാനിപ്പോഴും മറ്റേ ഒരു പിന്നണി പ്രവർത്തകനായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നടനായി നിൽക്കുന്നതേ ഉള്ളൂ. ഇതിലാകെ മറ്റേ സിനിമയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ നടനായിട്ട് മാറി എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്ന പുറത്തുനിന്ന് ആൾക്കാർ തിരിച്ചറിയുമ്പോഴും അങ്ങനെ ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ നടൻ എന്നുള്ള ഷൂലാണല്ലോ നമ്മൾ കയറിയിരിക്കുന്നത് എന്നുള്ളത് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ പിന്നണി പ്രവർത്തനം പോലെ തന്നെയാണ്. അതെ, രതീഷേട്ടൻ എൻ്റെ 3ാമത്തെ ഓഡീഷനാണ് ഞാൻ കാണുന്നത്. ഞാൻ കാണുന്നത് ഈ എന്നാത്താൻ കേസോടിന്റെ ഫൈനൽ ഓഡീഷനാണ് ഞാൻ രതീഷേട്ടനെ കാണുന്നത് ആദ്യമായിട്ട്. കാസ്റ്റിംഗ് ഡയറക്ടർ ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആണല്ലോ ഈ എന്നാത്താൻ കേസോടിന്റെ. അന്ന് കാസ്റ്റ് ചെയ്ത് രാജേഷ് ചേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, നേരിട്ട് കാണുന്നത് എന്നാത്താൻ കേസോടിന്റെ ഫസ്റ്റ് ഓഡീഷന് പോയപ്പോ. അപ്പൊ അത് ഈ മഹേഷിന്റെ പ്രതികാരമെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയല്ലേ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ രാജേഷേട്ടനെ കണ്ടപ്പോ ഉണ്ടായത്. ഇന്റർവ്യൂ എല്ലാം ചെയ്യുമ്പോൾ ചിരിയെല്ലാം കടിച്ചു പിടിച്ച് ഇത് വന്നു പോയില്ലേ ഓഡീഷൻ, ഇത് ചെയ്തു പോവാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ അതായില്ലത്. അത് കഴിഞ്ഞ് അപ്പൊ രാജേഷേട്ടൻ കാസർഗോഡാണെന്ന് എനിക്കറിയില്ല. പേരും രാജേഷ് എന്നുള്ളത് എനിക്ക് അത്ര പരിചയമില്ല. ക്യാരക്ടർ അറിയാം. അതിപ്പോൾ ഞാൻ അത് കഴിഞ്ഞപാട് ചോദിച്ചു, ആ സിനിമയിലുള്ള ആളല്ലേ, നന്നായിട്ടുണ്ടായി കേട്ടോ, അതാ പേരെന്തെന്നെല്ലാം ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ലാസ്റ്റ് ചോദിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോയത്. നന്നായി വരുന്നു. അന്ന് വേറെ ഇത് സുമലത ക്യാരക്ടർ എന്താ ചെയ്യിച്ചു. അതിന് മുമ്പേ ഏതോ ഒരു പഞ്ചായത്ത് അങ്ങനെ എന്തോ ഒരു സാധനം ചെയ്യിച്ചു എന്നെ കൊണ്ട്. ഇങ്ങനെ പിന്നെ ഓരോ വീട്ടിൽ കയറി അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതന്നെയാ തന്നെ എല്ലാ ഓഡിഷനും ഇതന്നെ ഇരുത്തി ചെയ്യിച്ചുകൊണ്ടിരുന്നത്. 2-3 പ്രാവശ്യം ഈ ടീച്ചറുടെ പാട്ടും കുട്ടികളോട് സംസാരവും പിന്നെ വഴിയിൽ സുരേഷൻ നോക്കി നിൽക്കുമ്പോ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളതാണ് ഓഡിഷനിൽ ചെയ്യിപ്പിക്കുന്നത്. ഇല്ല, അപ്പോഴും കൺഫേം ആയിട്ടില്ല. അത് നമ്മളൊരു പ്രീ ഷൂട്ട് ചെയ്തിരുന്നു, അപ്പോഴും ഞാനല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഷൂട്ടിന്റെ സമയത്ത് അവസാനത്തെ ഒരു കാസ്റ്റ് ഒന്ന് ഫൈനലൈസ് ചെയ്യുമ്പോഴാണ് സുരേഷനായിട്ട് ഞാൻ വരുന്നത്. പിന്നെ വേറൊരു ശ്രീകാന്ത് എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ശ്രീകാന്താണ് ആദ്യം പ്രീ ഷൂട്ടിൽ സുരേഷൻ ആയിട്ട് ക്യാരക്ടറൈസ് ചെയ്തത്. പിന്നെ അവസാനത്തെ ഇതിലാവുമ്പോൾ ഷിഫ്റ്റ് ആയിട്ട് ശ്രീകാന്ത് മറ്റേ പോലീസുകാരനെ അടിക്കുന്ന ക്യാരക്ടറിൽ ജയിലിൽ അങ്ങനെ അത് സുരേഷൻ ചെയ്തത് ശ്രീകാന്താണ് ആദ്യം. ഷൂട്ടിനായി വരുമ്പോൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനായത്. ഈ പ്രീ ഷൂട്ട് ചെയ്യാന്ന് പറയല്ല, ഈ ശരിക്കും പറയാം ഈ പൊതുവെ ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സ് ഒക്കെ ശരിക്കും അല്ലെങ്കിൽ അവരുടെ 2ാമത്തെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഈ ആക്ടേഴ്സ് ഡയറക്ട് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട് നേരത്തെ പോയിട്ട് ഡമ്മി ഷൂട്ട്സ് ചെയ്തു നോക്കും, ഇന്ന പോലെ ഒരു പൊസിഷൻ കിട്ടാനും. ഈ ലവ് ടുഡേയിലൊക്കെ അത് ചെയ്ത് ഭയങ്കര സക്സസ്ഫുൾ ആയെന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ അത് ചെയ്യുമ്പോഴുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ ശരിക്കും? ഭയങ്കര അഡ്വാൻറ്റേജാണ്. നമ്മൾ സിനിമയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് കുറേ ഇതിങ്ങനെ ഉണ്ടായി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. നമ്മൾ പോയി കഴിഞ്ഞ് അത് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒക്കെ സ്റ്റേജിലെത്തുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വന്നത്, എങ്ങനെയാണ് നമ്മൾ ആ കൺസീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാവുക. അതിൻ്റെ ഒരു ട്രയലാണ് പ്രീ ഷൂട്ട്. പ്രീ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രീ ഷൂട്ട് ചെയ്തത് അതിനൊരു സ്റ്റൈല് നമ്മൾ ആദ്യം പരീക്ഷിച്ചിരുന്നു രജിച്ചേട്ടൻ. പിന്നെ പുതിയ ആക്ടേഴ്സാണ്, ഇത്രയധികം പുതിയ ആക്ടേഴ്സാണ്, അവരെയൊക്കെ ഒന്ന് സെറ്റാക്കി വരണം. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പ്രീ ഷൂട്ട് ചെയ്തത്. പ്രീ ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് സിനിമ ഇത്രയും നന്നായി വന്നതെന്നാണ് തോന്നുന്നത്. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. ആ സിനിമയിൽ ഇപ്പം പുതിയ ഒരു ആക്ടേഴ്സിനും കൺഫ്യൂഷൻ ഇല്ലാതെ മറ്റേ വന്നിട്ട് ഒറ്റ ടേക്കിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റി ഷൂട്ടിന്. മാഷൊക്കെ ഭയങ്കര നന്നായി. ആദ്യം ഇപ്പൊ ചിത്ര തന്നെ പ്രീ ഷൂട്ടിന് വരുമ്പോൾ ഭയങ്കര ടെൻഷനിലൂടെയൊക്കെയാണ് വന്നത്. അത് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷൂട്ടിന് വന്നു കഴിഞ്ഞപ്പോൾ
ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ നല്ല പെർഫോമൻസ് അവൾ പഠിച്ചു, അതിൻ്റെ ഒരു മീറ്ററിലേക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുമ്പോഴേക്ക് പിന്നെ വന്ന സുമലത ടീച്ചറാണ് ഈ കാണുന്നത്. ഇതിലെ ഫസ്റ്റ് ഷോട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏത് ഈ സിനിമേൻ്റെ അല്ലേ ഫസ്റ്റും ലാസ്റ്റ് ഷോട്ടും ടെൻഷനിൽ തന്നെ ചെയ്ത്. അതിൻ്റെ ഇടയിൽ കുറച്ച് അത് ഫുൾ ടെൻഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ആ സുമലതേനെ ഒന്നാമത് എല്ലാവരും ഇഷ്ടപ്പെട്ടു സുരേഷിന്. അപ്പം ഇത് ഫുള്ളൊരു വലിയൊരു സിനിമ വരുമ്പോൾ ഞാനെല്ലാം തുടക്കമല്ലേ, അത് നായികയായിട്ട് വന്നു, അതിന് ആൾക്കാരിൽ ആ ഇഷ്ടം കുറയാനും പാടില്ല, മോശം എന്ന് പറയിപ്പിക്കാൻ പാടില്ല. അപ്പം ബാക്കിയുള്ളവരെല്ലാം നല്ല ആക്ടേഴ്സ് എല്ലാവരും തന്നെ, പുതിയ ആൾക്കാർ കുറേ ആൾ വരുന്നുണ്ട്, അവരെല്ലാം അസാധ്യ പെർഫോമറാണ്, അവരെല്ലാം കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നല്ല, അങ്ങനെ ചെയ്തെന്ന് നല്ല രീതിയിൽ ചെയ്യണം എന്നില്ല. ഓരോ ഷോട്ടിലും എനിക്ക് ടെൻഷൻ തന്നെയാണ്. അതെല്ലാം രാജേട്ടനോട് ഒരേ ചോദിക്കും, രാജേട്ടൻ ഇത് ശരിയാവോ ടെൻഷൻ്റെ ആളാണ്, പക്ഷെ പെർഫോം ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യില്ല. അതിന് മുമ്പ് വരെ തൊട്ട് മുമ്പ് വരെ ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ ടെൻഷനോ? ടെൻഷൻ കുറവാണ് ഇപ്പോൾ. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടത് കുറേ കാലം ടെൻഷൻ അടിച്ചിട്ട് ആണ് ചെയ്തത്. ആദ്യത്തെ കുറച്ച് സിനിമകൾ നല്ല ടെൻഷനോടെയാണ് ചെയ്തത്. പിന്നെ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല, പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് ചെയ്യേണ്ടതിൻ്റെ കൺഫ്യൂഷൻസും പരിപാടികളും അത് ഉണ്ടാവും. അത് ആക്ടേഴ്സിൻ്റെ കൂടെ പുറപ്പാണ്, അതങ്ങനെ തന്നെ ഉണ്ടാവും. ഈ 3 കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ 60s അല്ലെങ്കിൽ 90s അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഈ പുനർജന്മം കോൺസെപ്റ്റ് വെച്ചിട്ട് കുറെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. വലിയ സ്കെയിലുള്ള സിനിമകളും വന്നിട്ടുണ്ട്, അതേസമയം നമുക്ക് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറും ഉള്ള സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് കോമൺ ആയിട്ട് പ്രേക്ഷകർക്ക് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്ഷൻ ഫാക്ടർ ഉണ്ടാവും അതിനകത്ത്. പ്രേക്ഷകർ ഏതെങ്കിലും പോയിന്റ് കണക്ട് ആയില്ലെങ്കിൽ പിന്നെ അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാ ഈ പറഞ്ഞ സ്ക്രിപ്റ്റിന്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നിങ്ങൾ ഒരുമിച്ചിരുന്ന് വായിക്കുമ്പോഴും ഈ ഇത്ര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഒരുമിച്ചിരുന്ന് വായിക്കുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സിലൂടെ അല്ല നമ്മൾ സിനിമ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ സിനിമയൊക്കെ. കനകത്തിനൊക്കെ അങ്ങനെ സ്ക്രിപ്റ്റൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് വായിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇതിൽ നമ്മൾ ഓരോ സീനിന് വേണ്ടിയിട്ടുള്ള ഫീഡ് കൊടുത്ത് ആ സീൻ ചെയ്യുക എന്നുള്ളതാണ് രതീഷേട്ടൻ്റെ പ്രോസസ്സ് ഇതിൽ. അപ്പം എന്താ, ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇതൊരു ലീനിയർ കഥയാണ്. നമ്മൾ ഈ പീരീഡ് പിന്നെ കാര്യങ്ങളൊന്നും ആദ്യത്തെ സ്ക്രിപ്റ്റിൽ നമുക്ക് അങ്ങനെ വിസിബിളായിട്ട് നമ്മൾ കഥ വായിച്ചു പോകുന്ന പോലെയാണ് വായിക്കുന്നത്. അതേപോലെ തന്നെയാണ് സിനിമയുള്ളത്, പക്ഷേ സിനിമയുടെ ചില പോർഷൻസും ചില പീരീഡുകളിലാണ് കാണിക്കുന്നത്. അതായത് ഒരു ലീനിയർ ആയിട്ടുള്ള കഥേനെ നമ്മളൊന്ന് പീരീഡുകൾ മുറിച്ചാണ് കാണിക്കുന്നത്. അത് ആ കാലഘട്ടത്തിൽ അത് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രസക്തി എന്തായിരിക്കും എന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അത് നമ്മളങ്ങനെ ബാധിക്കുന്ന കാര്യമല്ലായിരുന്നു. നമുക്ക് പിന്നെ ഈ ഷൂട്ട് ലൊക്കേഷനിൽ എത്തിയിട്ട് വരുമ്പോൾ നമ്മുടെ വേഷമൊക്കെ മാറിയിട്ട് വരുമ്പോൾ നമുക്കൊരു, ഞാനിപ്പോൾ ആദ്യം സുരേഷനാണ് ചെയ്യുന്നത്, പക്ഷെ ആദ്യത്തെ അപ്പിയറൻസ് സിനിമയിൽ ആദ്യം ചെയ്യുമ്പോൾ അപ്പിയറൻസ് വേറൊരു അപ്പിയറൻസിലാണ് ചെയ്യുന്നത്, പഴയ സുരേഷിൻ്റെ അപ്പിയറൻസിലല്ല. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആദ്യം നമ്മളെ സുരേഷനായിട്ടൊന്ന് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു കൺഫ്യൂഷൻ. പക്ഷെ അത് ഗ്രാജുവലി ഇതിലേക്ക് കഥയിലേക്ക് കയറി കഴിയുമ്പോൾ മാറും. ഇതിൻ്റെ സ്റ്റൈല് പിന്നെ ചെറുതായിട്ട് ആർട്ടും പരിപാടികളൊക്കെ സ്റ്റൈൽ പ്രൊമേസസ് പീരീഡുകളിലേക്ക് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങളുടെ പ്രോസസ്സ് അതേപോലെ തന്നെയാണ്. ചില പ്രോപ്പർട്ടികളൊക്കെ മാറും. ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്ന, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലാൻഡ് ഫോൺ ആയിരിക്കും, അതിൻ്റെ അപ്പുറത്ത് ലാൻഡ് ഫോണില്ല മറ്റേ കമ്പിയില്ല കമ്പി ആയിരിക്കും. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ. ഈ ശരിക്കും രതീഷ് ഈ പറഞ്ഞ പോലെ ചെയ്തിരിക്കുന്ന ജോണറുകളൊക്കെ ഈ കനകം ആക്ച്വലി കനകം ഫസ്റ്റ് വാച്ചിലേക്കാളും കൂടുതൽ അതിന് റിപ്പീറ്റ് വാച്ചിലാണ് കനകം കുറച്ചുകൂടെ കൺവേ ആവാം. ആൻഡ്രൂ കുഞ്ഞപ്പൻ കുറച്ചുകൂടെ ഫസ്റ്റ് വാച്ച് സിനിമയായിരുന്നു. എന്നത്താം കേസോട് പക്ഷെ എല്ലാ ഓഡിയൻസിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഈ അദ്ദേഹം ചെയ്യുന്ന ജോണറുകളെ കുറിച്ചിട്ടും സിനിമകളെ കുറിച്ചിട്ട് എങ്ങനെ പൊതുവെ സംസാരിക്കുക? ഞാൻ ഭയങ്കര രതീഷ് പൊതുവാളിൻ്റെ ഫാനാണ്. ഞങ്ങൾ പുള്ളിയുടെ ഫാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ, നമുക്കറിയാം ഇതൊരു വേറൊരു സിനിമയാണ് ചെയ്യുന്നത് എന്നുള്ളത് തുടക്കം മുതലേ നമുക്ക് ധാരണ ഉണ്ടാവും. എന്താ, അതെ, അങ്ങനെ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് ഉണ്ട് പുള്ളിക്ക്. പുള്ളി നല്ല ലിറ്ററേച്ചർ ധാരണയുള്ള, നല്ല പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള, നല്ല ആക്ടറായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. അതിൻ്റെ എല്ലാ ഗുണങ്ങളും സിനിമയ്ക്ക് ഉണ്ടാവാറുണ്ട്. എല്ലാ പ്രമേയത്തിലും പുള്ളി എല്ലാം ശ്രദ്ധിക്കും, എല്ലാ പരിപാടികളും. അപ്പം
അങ്ങനെ ഒരു സിനിമയായിരിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ തന്നെ പുള്ളി എന്താണ് പുള്ളി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പുള്ളി തെളിയിച്ചതാണ്. ബാക്കിയുള്ള എല്ലാ സിനിമകളും അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ 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 പരിപാടികൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും അതേപോലെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ ശരിക്കും ഈ കനകം ആണല്ലോ കുറച്ചുകൂടെ ഈ പറഞ്ഞ വർക്ക് ചെയ്ത ആക്ടേഴ്സിൽ ഒരു ഇപ്പോൾ രാഷൻ ഡയറക്ടറിനെ കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ആർക്കിൽ കണ്ടിട്ടുള്ളത് ഈ കനകത്തിലാണ്. അതിനകത്ത് ഇപ്പൊ നിവിൻ, വിനയ് ഫോർട്ട് എല്ലാ ഫാക്ടറുകളും നമ്മൾ കാണാൻ ഇപ്പൊ ട്രെയിലർ കാണുമ്പോഴത്തേക്കും ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിലും വേറെ പെർസ്പെക്റ്റീവിലാണല്ലോ കഥ പോകുന്നതും. ഭയങ്കര ഒരു എന്താ പറയാ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മൂമെന്റ്സ് ഉള്ള സിനിമ. കനകം ഫസ്റ്റ് കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആയിരുന്നു. അത് ആ ഡയലോഗ് റൈറ്റിങ്ങിൻ്റെ എല്ലാതരം കുർക്കിനസും അതിലുണ്ട്. പിന്നെ അങ്ങനെ ഇൻ ആൻഡ് ഔട്ട് ഡയലോഗ് പരിപാടികളായിട്ട് ഒരു നമ്മൾ നോർമലി അങ്ങനത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ പ്രോസസ്സ്. പിന്നെ അതിൻ്റെ ഷൂട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോവിഡ് കാലഘട്ടത്തിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു മുറിയിൽ മറ്റേ അപ്പോൾ അതിൽ ഹോട്ടലിൽ അടച്ചിട്ടിട്ട് ഹോട്ടലിൽ എല്ലാവരും ഹോട്ടലിൻ്റെ ഉള്ളിൽ മാത്രമാണ്. പുറത്തേക്കൊരു വഴിയുണ്ട്, അതുവഴി മറ്റേ എന്താ സാധനങ്ങൾ വരും മൊത്തം സാനിറ്റൈസ് ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരു 10-30 ദിവസം അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഷൂട്ടും പരിപാടികളൊക്കെ. അതെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. എല്ലാ ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര എന്താ റിഹേഴ്സലിനൊക്കെ നിന്ന് അത് പറഞ്ഞ് അതിൻ്റെ വേരിയേഷനൊക്കെ നോക്കി അങ്ങനെ ചെയ്തു പോയ സിനിമ. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിരുന്നു. അത് ഞങ്ങൾ ഭയങ്കര ത്രില്ഡായിരുന്നു ആ പരിപാടി ചെയ്യാൻ. ശരിക്കും ഇപ്പൊ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഈ ഷെയ്ഡിലുള്ള ഈ ടീച്ചറിന്റെ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആണ് പൊതുവെ ഇപ്പോ ഈ കഥകളൊക്കെ പറയാൻ വരുന്നവരൊക്കെ വന്ന് പറയാ. അതോ എക്സാക്ട് ഓപ്പോസിറ്റ് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വില്ലൻ കൈൻഡ് ഓഫ് പരിപാടിയൊക്കെ വന്നിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, സത്യത്തിൽ ഇപ്പൊ ഇതിനു മുമ്പേ ചെയ്ത എന്നാത്താൻ കേസുകൊണ്ട് ശേഷം 2-3 ക്യാരക്ടർ ചെയ്തു. അതില് ഒന്ന് എന്താ പറയണ്ടേ, വയസ്സത്രേ എന്ന് പറയുന്ന മൂവി ചെയ്തപ്പം കോമഡി അല്ല, ഒരു നോർമൽ ഒരു സാധാ കുടുംബത്തിലൊരു സഹോദരി എന്നില്ല, അപ്പം എല്ലാ ഫീലിങ്സും ഉള്ള ഒരു സഹോദരി, അതങ്ങനെ ചെയ്തു. പൊറാട്ട് നാട് എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു ദളിത് യുവതി, മറ്റേ പാലക്കാടൻ പൊറാട്ട് നാടകത്തിലൂടെ ആ ഒരു താഴ്ന്ന ജാതിക്കാരെ ഫ്രസ്ട്രേഷൻ എല്ലാം അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട്, അതും ചെറിയ ക്യാരക്ടർ തന്നെയാണ്, അങ്ങനെ ചെയ്തു. പിന്നെ നമ്മളെ സ്ലാങ് വെച്ച് നോക്കുമ്പോൾ ന്യൂട്രലായിട്ട് ചെയ്തത് ക്യൂൻ എലിസബത്തിൽ, അതും ഒരു ചെറിയൊരു ക്യാരക്ടർ, അത് അങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ അതിന് ശേഷം ഫ്രണ്ടായിട്ട് ചെയ്ത് അത് പിന്നെ ഒന്നും വന്നിട്ടില്ല. ഇതാണ് ഭയങ്കര ഭാഗ്യമില്ല. കാരണം ഈ കരിയറിന്റെ തുടക്കത്തിൽ പറയുമ്പോൾ ആ 2 ക്യാരക്ടേഴ്സ് ഒരെണ്ണം ചെയ്തു, അതിന്റെ സ്പിൻ ഓഫ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൊതുവെ മലയാളത്തിൽ അങ്ങനെ നമ്മളങ്ങനെ അധികം കാണാത്തൊരു സംഭവമാണ്. അത് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ അത്. അതും എല്ലാവർക്കും ആ ഒരു സിനിമ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു ആ ക്യാരക്ടർ. ഇഷ്ടപ്പെട്ട ക്യാരക്ടറിനെ ഒന്ന് വലുതാക്കുമ്പോൾ അതിന്റെ ടെൻഷനൊക്കെ ഉണ്ട്. എല്ലായിടത്തും തന്നെയാണ്, എവിടെ പോയാലും ഡയലോഗ് പാട്ട് പഠിക്കുന്നുണ്ട് ഇപ്പൊ. നന്നാക്കിട്ട് പോയാ മതി. ഞാനോ പാടും ഇത് പാട്ടൊന്നും പാടൂല. പിന്നെ നമ്മൾ പാടും പിന്നെ കൂട്ടത്തില്, എല്ലാവരുടെയും കൂട്ടത്തില്. അപ്പം മറ്റേ പക്ഷെ ഇത് എന്താ ഓഫ് ചെയ്യരുത്, മറ്റേ പാട്ട് ഓഫ് ചെയ്യരുത്, കൂടെ പാടാനേ പറ്റും. ഈ സെറ്റിൽ ഇപ്പൊ പറഞ്ഞ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ എന്താണ് രതീഷ് പൊതുവാൾ സെറ്റില് പൊതുവെ ഉണ്ടാവുക? ഞങ്ങള് കുറേ നാട്ടുകാർ ആ പയ്യന്നൂരത്തെ കാസർഗോഡത്തേക്ക് എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സാധാരണ ചീട്ട് കളിക്കുകയാണ് ഞങ്ങൾക്ക്. പിന്നെ ഞാനും ബക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ശരത്ത് എന്ന് പറഞ്ഞിട്ട് തമിഴ് ആക്ടറാണ്. ബക്സും ഞാനും ചായ കുടിക്കാൻ പോവും, പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കും. അതുവഴി ഞങ്ങളെപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ തെരപ്പര നടക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം നാടാണല്ലോ അത്. അവിടെ കുറച്ച് കാലമായിട്ട് ഞങ്ങളുണ്ട്. ആ നാട്ടുകാരെയൊക്കെ പരിചയമാണ്, ആ ഹോട്ടലിലൊക്കെ നല്ല പരിചയക്കാരുണ്ട്. അപ്പോൾ പിന്നെ ചിത്രയുടെ ഒഴിവുകാല സമയം അപ്പോൾ എല്ലാരും ശരണ്യെല്ലാം ഉണ്ട്. ശരണ്യ മറ്റേ മർഡോണ ചെയ്ത് ശരണ്യ ഇതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്.
അപ്പൊ നമ്മളോടെല്ലാം ഡയറ്റ് ചെയ്യാൻ പറഞ്ഞു തന്നെ, കുറച്ച് തടി കുറക്കാനെല്ലാം പറഞ്ഞു. അപ്പൊ നമ്മൾ ഒഴിവ് വേളകള് രതീഷേട്ടനൊന്നും കാണാതെ തിന്ന് നിർമാദിക്കുന്നു. ശരിക്കും ചാക്കോച്ചന്റെ ഒരു പരിപാടി എങ്ങനെയാ? നമ്മള് ചെറിയൊരു ഇത് മാത്രമേ കണ്ടു, ഗ്ലിംസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താ ശരിക്കും? കൊഴുമൽ രാജീവൻ തന്നെയാണ്. കൊഴുമൽ രാജീവൻ എന്താ ഒന്ന് ആ യൂണിവേഴ്സിലേക്ക് പോയിട്ട് സുമലത ടീച്ചർ കൊഴുമൽ രാജീവനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി കോടതിയിൽ പോയിട്ടുണ്ടല്ലോ. അങ്ങനെ കൊഴുമൽ രാജീവൻ ഒന്ന് സഹായിക്കാനായിട്ട് സുരേഷിനും പോയിട്ടുണ്ടല്ലോ. സുരേഷിനും പോയിട്ടുണ്ടല്ലോ. അപ്പോൾ രാജീവേട്ടൻ ഞങ്ങളെ സഹായിക്കാനും കൂടിയായിട്ട് വന്നിട്ടുണ്ട്. എന്റെ ഐശ്വര്യാണ് കൊഴുമൽ രാജീവൻ. ശരിക്കും ഈ ആദ്യം ഈ പറഞ്ഞ പോലെ ഈ ശരിക്കും ഈ അനൗൺസ്മെന്റ് സമയത്ത് വന്നത് നിങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാണല്ലോ ഫസ്റ്റ് റൂമറും പരിപാടിയൊക്കെ വന്നു, ഈ പൂജയുടെ സമയത്ത് അനൗൺസ്മെന്റ്. പക്ഷെ ആരും പ്രതീക്ഷയില്ല ഇങ്ങനത്തെ ഒരു സ്പിൻ ഓഫ്. നമ്മൾ പറയില്ലേ ഈ ക്യാരക്ടേഴ്സ് സ്പിൻ ഓഫ് ഉണ്ടായിരുന്നെങ്കിൽ. രേഷനോട് ചോദിച്ചു എങ്ങനെ ഐഡിയ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ മറ്റേ ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ട് കമന്റുകളൊക്കെ വരുമായിരുന്നു. ഇപ്പൊ റീൽസും ഒക്കെ ആയിട്ട് സിനിമ ഹിറ്റായി, ഈ ക്യാരക്ടേഴ്സിനെയും അതേപോലെ ആൾക്കാർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി. പിന്നെ ഇതിനെക്കുറിച്ച് കമന്റ് ഒക്കെ വരും, ഇങ്ങനെ ഇവരുടെ മൊത്തം കഥ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള കമന്റ്, ആ സോങ് ഫുൾ ഉണ്ടോ സിനിമയില് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പരിപാടികളൊക്കെ വരുന്നു. അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒന്നും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു വൈകുന്നേരം ചർച്ചയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് മറ്റേ സ്പിൻ ഓഫ് ചെയ്താൽ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആൾക്കാർ. നമുക്ക് ചെയ്താലോ എന്നൊക്കെ. ചെയ്യാം, പിന്നെ അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. പക്ഷെ 2 ആഴ്ച കഴിയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് പിന്നെ അയിത്തേട്ടനും മലയാളത്തിനും വിളിച്ചു. എന്നിട്ട് നമുക്ക് ഇന്ന ഡേറ്റ് ആണ് കേട്ടോ സിനിമ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇത് സെറ്റായി. പിന്നെയാണ് ഞങ്ങള് ചിത്ര പിന്നെ അതിന് എല്ലായിടത്തും പറഞ്ഞു. ഇവരെന്നെ കൂടെ തന്നെയുള്ള ആളല്ലേ, രതീഷേട്ടന്റെ കൂടെ തന്നെയില്ലേ. ഞാൻ എന്ന് വെച്ചാൽ അറിയുന്നൊന്നുമില്ല ഇങ്ങനെ പറയാനെനിക്ക് നാണ് ചമ്മലാന്നിട്ട് പറയാൻ. കൊറേ ഇന്റർവ്യൂല് പറഞ്ഞു. അത് കിട്ടുണ്ണിയേട്ടന്റെ അവസ്ഥയായി പോയി എന്റേത്. പെട്ടെന്ന് വിളിച്ചിങ്ങനെ പറയുമ്പോ ഒരു ഇത്ര മാസം അടുത്ത രതീഷേട്ടൻ ആദ്യം ഇങ്ങനെ പറയുമ്പോ അടുത്ത സിനിമന്നേ പറഞ്ഞിട്ടില്ല. ഈ ഇങ്ങനെയുള്ള മാസം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം. അപ്പൊ എന്റെ മനസ്സിൽ എന്റെ എല്ലാ മാസവും ഫ്രീ ആയിട്ടുണ്ട്, ഒന്നിലൊരു പരിപാടി ഇല്ലാതിരിക്കുന്നത്, നമുക്കെന്ത് തിരക്കുന്നില്ലേ. പക്ഷെ ഈ സിനിമയാന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ പറഞ്ഞ പോലെ അജിത്തേട്ടനും ഇമ്മാനുവലേട്ടനും വിളിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ സിനിമയുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു കിട്ടുണ്ണേട്ടൻ അവസ്ഥയായി പോയി. 2 മിനിറ്റ് കിളിയെല്ലാം പോയി ഇങ്ങനെ ഇരുന്ന്. രാജേട്ടൻ തന്നെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല അന്നേരം ആ സമയത്തും ഈ ക്യാരക്ടർ വെച്ചിട്ടുള്ള സിനിമയാണെന്നതിൽ രാജേഷേട്ടൻ ഉണ്ടോന്ന് ഞാൻ അറിയില്ല. ഞാൻ അതിനുശേഷം ഈ പിന്നെ നമ്മളെ അല്ല അതില് സുമലത പറഞ്ഞിട്ടില്ല, അന്നേരം പറഞ്ഞിട്ടില്ല, നായികയാന്ന് പറഞ്ഞു. പിന്നെ രതീഷേട്ടൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഉള്ള കാര്യമാന്ന് വിളിക്കുന്നവര് ജെന്യുവിനാന്ന് തോന്നി. അങ്ങനെ ഞാൻ അത് കുറച്ച് റിലേ വന്നു. പിന്നെ ഈ ഇതിന് പോയ സമയത്ത് ഇതിന്റെ ടൈറ്റിൽ എന്താ വന്നിട്ടില്ല, ശരിക്കും പറ്റിക്കോ ഉണ്ടമ്പരിയൊക്കെ എടുത്തിട്ട് പോകും ശരണ്യ. അതല്ലാതെ അങ്ങനെ അതല്ല ഇവരില്ലേ, ഇവർ പറഞ്ഞ വിശ്വസിക്കും. രതീഷേട്ടനെല്ലാം പറഞ്ഞ എന്താ പറഞ്ഞ ഈ അന്നത്തെ കേസുകളില് അതും പറഞ്ഞ ഫുള്ള് അതായത് എന്റെ മുടി മുറിച്ചിട്ടുണ്ടായിന് അന്നത്തെ കേസുകളിൽ. അപ്പൊ അതിനു വേണ്ടി ആദ്യം ആ സമയത്ത് പറയുമ്പോ മുടി മുറിക്കണം കേട്ടോ, ഞാനിത് വെറുതെ പറയുന്നതായിരിക്കോ. രതീഷേട്ടൻ എല്ലാം നല്ല ഇതിലാ പറയാ, വെറുതെ പറയുന്നതായിരിക്കും. ഞാനും മുടി കുറച്ച് മുടി ഉണ്ടായി, അപ്പൊ അത് മുറിക്കേണ്ടി വരും, മുടി മുറിച്ചിട്ടെങ്കിൽ സിനിമയില്ല എന്നെല്ലാം പറഞ്ഞു. രാജേട്ടനും പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ വിളിച്ചു, രാജേട്ടൻ ശരിക്കും മുടി മുറിക്കണം എന്നെല്ലാം ചോദിച്ചു. അതപ്പോൾ അവിടെ മുറിച്ചു. അത് കഴിഞ്ഞ് സിനിമ എല്ലാം ഹിറ്റായി വല്ല വന്നു. പിന്നെ ഈ സിനിമയിൽ ഇങ്ങനെ ഓരോ ഓരോരോ പറയുന്ന എനിക്ക് ഓരോ എന്താ പറയണ്ടേ ഓരോ ഇയർ ചെയ്യുന്നില്ലേ, ആ ചെയ്യുന്ന സമയത്തും ഈ നമ്മളെ അപ്പിയറൻസിൽ വ്യത്യാസം വരുമ്പോൾ അടുത്തതിൽ മുടി ഫുള്ള് മുട്ടയാന്നിട്ട് എന്താ ഇവളെ മുടി മുറിക്കാത്ത. ഞാനിങ്ങനെ പേടിച്ചു. രതീഷേട്ടൻ ആയത് കൊണ്ട് ഞാൻ വിചാരിച്ചത് എന്തായാലും മുറിപ്പിക്കും. എന്റെ മുടി മുറിപ്പിച്ച ആളെ ഇനി മുട്ട എടുപ്പിക്കാൻ എത്രയല്ലേ ബുദ്ധിമുട്ട്, ഇവിടുന്ന് ഇത്ര പേരിൽ മുറിക്കാനല്ലോ. ഞാൻ വിചാരിച്ചത് എന്തായാലും മുറിപ്പിക്കുന്നു പറഞ്ഞ് ഞാൻ കരയെല്ലാം ചെയ്തു. അപ്പോഴത്തേക്ക് എന്റെ ഇവിടുന്ന് കുറച്ച് ലിബിനായിട്ടാ മേക്കപ്പ്, ലിബിനായിട്ട് ഇടുന്ന് കുറെ എല്ലാം ചുരണ്ടാൻ തുടങ്ങി. ഞാനിങ്ങനെ ഇരുന്ന് കരഞ്ഞു. അത് ഈ വിഗ് വെക്കാൻ വേണ്ടിട്ട് എനിക്ക് ഇത്ര ഒരു മുടിയിലോണ്ട് ഇത് മുഴിച്ചു. അപ്പോഴേ ഞാൻ സത്യം വിചാരിച്ചു എനിക്കിങ്ങനെ ഇങ്ങനെ അറ്റാക്കെല്ലാം വരുന്നുണ്ട്, ഇത് തീരാനായില്ലേ സിനിമ. മുട്ടയെല്ലാം അടിച്ച് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ മുഖം കാണേണ്ട അവസ്ഥ. ഞാൻ വിചാരിച്ചു എങ്ങനെ ഇത്. ഞാനിപ്പോ രതീഷേട്ടനെ
ഇങ്ങനെ മനസ്സിൽ തെറി പറഞ്ഞു. അങ്ങനെയല്ല കേട്ടോ, ഈശ്വര മുടി മുറിക്കണല്ലോ അല്ലേ, മുടി മുറിക്കണല്ലോ അല്ലേ വിചാരിച്ചു. പിന്നെ പോട്ട് മുടി. പിന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങി, അമ്മ ഈ മുടി മുറിച്ചാല് 1 മാസം കൊണ്ട് ഇത്ര പോലെ വരുമോ, ഇത്ര പോലെ ഇങ്ങനെ പറ്റിക്കും. സുധീഷേട്ടൻ ആള് മോശമെന്നല്ല കേട്ടാ, ഇത് അസോസിയേറ്റ് സുധീഷേട്ടനില്ലേ, പിന്നെ നട സുധീഷേട്ടനും മികച്ച പറ്റിക്കൽസിലെ ടീം. ഇവര് പരസ്പരം അറിയൊന്നും ചെയ്യില്ല. ഇവര് സ്പോട്ട് രാജേഷേട്ടനും ഉണ്ട്. ഇവരെങ്ങനെ അറിയോ, എനിക്ക് കൊറേ കാര്യം പറയണമെന്നുണ്ട്, അപ്പൊ പറയാൻ സമയമില്ലേ. ഇതൊരു സിനിമയാക്കേണ്ടി വരും. ഇവരിങ്ങനെ വെറുതെ വന്നിട്ട് അത് ചെയ്തിട്ടാ അപ്പാട് ഒരു ആക്ഷൻ ഇവര് തമ്മിൽ ഉണ്ടാവില്ല. ഇല്ലാതെ അത് ഓള് ചെയ്തിട്ടില്ല, അവർ ഏത് ചെയ്യണ്ടേ, അങ്ങനെയല്ലല്ലോ നമ്മളെ പറയാൻ പറ്റും. വിട്ടേക്ക്. അത് ഒരാളോട് പറയുമ്പോഴത്തേക്ക് അയാൾക്ക് അത് കണക്ട് ആയി. ഞാൻ മാത്രം ഈ മന്ദബുദ്ധീനെ പോലെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മേലോട്ട് നോക്കി കരഞ്ഞുകൊണ്ട്. ഞാൻ അന്ന് സത്യത്തിൽ ഞാൻ ഒന്നും തിന്നിട്ടാ, അതിലേക്ക് എല്ലാം തിന്നുന്ന ഞാനാ. അതുകൊണ്ട് ഈ ഡയറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു ദിവസം അത് പ്രോപ്പറായിട്ട് നടന്നു. ആ സിനിമയുടെ ആദ്യ ദിവസം മുതൽ ഡയറ്റ് തുടങ്ങിയതാ. ഇവരെ ഒളിച്ചൊന്നിട്ട് ഉണ്ടമ്പരിയൊക്കെ കഴിച്ചിട്ട് കളഞ്ഞു. അതില്ലേ സിംഗ് സൗണ്ട് അല്ലേ, ഞാൻ പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സിംഗ് സൗണ്ട് എങ്ങനെയാ വർക്ക് ആവുന്നത് വലിയൊരു ജില്ല. ഇത് ഇടക്കിടക്ക് ഓഫ് ചെയ്യുന്നല്ലേ ഞാൻ വിചാരിക്കുന്നത്. അപ്പം അല്ല, ആ ക്യാബിൽ ഉണ്ടമ്പരി വയ്ക്കുന്നല്ലേ, ഇത് ഓർഡർ ചെയ്യുന്നല്ലേ ഇവിടെ കേൾക്കും എല്ലാരും. അപ്പുറത്തേക്ക് അമലുണ്ട്, എല്ലാരോടും നല്ല അമല് ഫുഡിന്റെ സെക്ഷനിൽ നല്ല കമ്പനിയാണ്. അപ്പൊ റെജിയോടുള്ള ഞാൻ പറയും 4, എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിട വലിയ മാന്യമായിട്ട് എല്ലാരും കാണുമ്പോ തിന്നും. എന്നാ പറയുക ബാക്കി 4 അപ്പുറം കൊണ്ട് സുധീഷേട്ടൻ ഇത് വെച്ചതിന് മതി വാ. അങ്ങനത്തെ എല്ലാം കൊറേ ഉണ്ട്, ഒരുപാടുണ്ട്. ഒരുപാട് കാലം ഷൂട്ട് ചെയ്തിരുന്നു, അതുകൊണ്ട് കൊറേ ഉണ്ട് പറയാൻ. ശരിക്കും ഡയറക്ടോറിയൽ പരിപാടി ശരിക്കും എവിടം വരെ ആയിട്ടുണ്ട്? ഒരു 3/4 ഭാഗത്തോളം ഷൂട്ട് കഴിഞ്ഞു. അത് ഭയങ്കര ചൂടും പിന്നെ അതിന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിരിക്കാം. കർക്കശക്കാരുടെ ഡയറക്ടറാണോ ശരിക്കും? അത് എൻ്റെ ആൾക്കാരോട് ചോദിക്കണം, ഞാൻ എങ്ങനെയാണ് എന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളപ്പോൾ ഞാൻ എന്നെ കാണാറില്ല. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ആൾക്കാർ അങ്ങനെ ചെറുതായിട്ട് ഇപ്പോൾ നമുക്ക് ഡയറക്ടർ ആകുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ക്യാപ്റ്റനാണല്ലോ, അപ്പം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ചെറുതായിട്ട് കിളിയൊക്കെ പോവാം, അപ്പോൾ ഒന്ന് സൗണ്ടൊക്കെ ഒന്ന് വരും. അപ്പൊ പോയിട്ടുണ്ടല്ലേ വന്നാ നേരത്തെ കിട്ടിയില്ലേ? അങ്ങനെ ചെറുതായിട്ട് ഇടയ്ക്കൊന്ന് പിന്നെ സൗണ്ടൊക്കെ വരും. പിന്നെ ഏതാ ഇന്റർവ്യൂല് പറഞ്ഞ എന്തോ സൗണ്ട് ആക്കുന്ന ദേഷ്യം വരുമ്പോ? അല്ല ശരിക്കും പറയണ്ടല്ലോ, ഈ ഇപ്പൊ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ തൊണ്ടിമൂല വരുമ്പോ ദിലീഷ് ചേട്ടനാണ്, പിന്നെ ആഷിഖ് അബു അല്ലെങ്കിൽ രതീഷ് ചേട്ടൻ, ഇവരെല്ലാരും പല പല ആംഗിളിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ഈ നമ്മൾ കാണുന്ന ഡയറക്ടേഴ്സ് നമ്മൾ ഭയങ്കര ഇൻസ്പയർ ആവുമല്ലോ വർക്ക് ചെയ്യാൻ പാകത്തിന്. അപ്പൊ ഇവരുടെ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ചെറിയ പാഠം എന്തായിരിക്കും? ഓരോരോ സ്ഥലത്തു നിന്ന് ഓരോരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ അത് ഇന്നതായി സ്പെസിഫിക് ആയിട്ട് ആലോചിച്ചു ഇതാണ് ഇവിടുന്ന് പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ക്ലാസ് ഡയറക്ടേഴ്സാണ്, ഭയങ്കര നല്ല ഡയറക്ടേഴ്സാണ്. അപ്പോൾ എല്ലാവരും ശരിക്കും പഠിക്കാനുണ്ട്. ഞാൻ എന്താ പോത്തന്ന ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്, പിന്നെ ആഷിഖേട്ടൻ്റെ കാംനെസ്, പിന്നെ കാമാണ് സിനിമ ചെയ്യുമ്പോൾ ഭയങ്കര കാമായിട്ടാണ് ആൾക്കാരോട് ഡീൽ ചെയ്യുകയൊക്കെ. പിന്നെ രതീഷ് ചേട്ടൻ ആണെന്നുണ്ടെങ്കിൽ രതീഷ് ചേട്ടൻ ഇതിന് ഹോൾ പരിപാടി ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര ശ്രദ്ധിക്കുന്ന ആളാണ്. പിന്നെ സെന്നാഗ്ഡയുടെ പിന്നെ എന്താ ഇംപ്രൂവൈസേഷൻ പരിപാടികളൊക്കെ ഞങ്ങൾ മധുവേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം ഓരോ തരം എക്സ്പീരിയൻസാണ്. നമ്മളെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് അതൊക്കെ. അതെ.
അല്ല ഇപ്പോൾ നമ്മൾ സിനിമയിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഐഡിയൽ ആയിട്ട് കാണുന്ന ഇപ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ, അവർക്കൊക്കെ ഇപ്പോൾ നമ്മൾ റൈറ്റിംഗ് ഇപ്പോൾ ക്യാമറയുടെ പുറകിലേക്ക് നമുക്ക് അവർക്കൊക്കെ മനസ്സിലൊരു കഥ ഉണ്ടാവും എന്നൊക്കെ പറയും. ശരിക്കും ഈ ഇപ്പോഴത്തെ നമ്മളെ മമ്മൂക്കേനൊക്കെയുള്ള നമ്മൾ ഭയങ്കര ഇപ്പോഴും നമ്മൾ എവിടെ പോയാലും നമ്മൾ മലയാളിയാണെന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കാര്യങ്ങളാണ് നമ്മളോടൊക്കെ ചോദിക്കല്. അവർക്കൊക്കെ മമ്മൂക്കൊക്കെ വേണ്ടി ഒരു പല ഷെയ്ഡിലൊരു കഥയുണ്ടോ മനസ്സിലൊക്കെ? മമ്മൂക്ക എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇതിൻ്റെ പാട്ടൊക്കെ കണ്ടിട്ട്. മമ്മൂക്കയോട് വേണമെങ്കിൽ കഥ പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഞാൻ മറ്റേ കംഫർട്ടബിൾ സോണിൽ പടം എടുത്ത് പോകാം എന്നുള്ളതായിരുന്നു എൻ്റെ ആലോചനകൾ. ഞാൻ അടുത്തൊരു സിനിമയും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. മമ്മൂക്കനെ വെച്ച് ചെയ്യണമെന്നൊക്കെ പറയുന്നത് അതൊരു വലിയ സ്വപ്നമാണ് അത്. പക്ഷെ അങ്ങനെ ഒരു ആലോചന നടത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പേടിയാണ് അങ്ങനെ ആലോചിച്ച് തുടങ്ങുമ്പോഴേ വേറെ തുടങ്ങും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെയ് 16 സിനിമ റിലീസാവാണ്. ഇപ്പോൾ അതുപോലൊരു ഈ പറഞ്ഞ പോലെ ഒരു ഓഗസ്റ്റ് 12 2022 എന്നാ തങ്കേശ്വരിൽ നമ്മൾ 2 ക്യാരക്ടേഴ്സായിട്ട് വന്ന് പറഞ്ഞ പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ചത്. ആ ചരിത്രം മെയ് 16 ആവർത്തിക്കും 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.